നാഗാലാൻഡ് യാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ദിമാപൂരിൽ എത്തിയിരിക്കുകയാണ്. ദിമാപൂരിലെ മാർക്കറ്റിലാണ്, വളരെ പ്രസിദ്ധമായിട്ടുള്ള മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വളരെ വ്യത്യസ്തമായ ഭക്ഷണ രീതി കൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് നാഗാലാൻഡിലുള്ളത്. അപ്പോൾ ആ മാർക്കറ്റ് നമുക്കൊന്ന് കാണാം. जीवन जीवन नहीं है. നല്ല നീലാകാശം, എന്താണ് പൊളിയാട്ടോ. ദിമാപൂർ റെയിൽവേ സ്റ്റേഷനാണേ, ദിമാപൂർ റെയിൽവേ സ്റ്റേഷൻ. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനും പരിസരവും റോഡുകളും ഒരു വൃത്തിയുമില്ല കേട്ടോ. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ പരിസരമാണിത്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന സ്ഥലം. ഓഫ് ദാറ്റ് വേസ്റ്റ്. എഡ്യൂക്കേഷനൊക്കെ ഉണ്ട്, പക്ഷേ അവസ്ഥ ഇതാണ്. ഓൺ ഡ്യൂട്ടി. സ്വച്ഛ ഭാരത്. അയ്യോ, പൊടി പൊടി. രാവിലെ ഒരു ചായ കഴിക്കാൻ വേണ്ടി ഇറങ്ങി, അപ്പോൾ കിട്ടിയ കാഴ്ചയാണ് ഇതൊക്കെ. ഇവിടുത്തെ ആ ഒരു ഗേറ്റുകളൊക്കെ ഒരു കോമൺ ഒരു യുണീക്കായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇതാ നാഗാലാൻഡിൻ്റെ ഒരു പൊതു സ്റ്റൈലാണ്. അടുത്തൊരു ഗേറ്റും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, രണ്ടാമത്തെ ലോഡ്ജിനും സെയിം ആണ്. ഇവിടുത്തെ പാത്രം കാണുന്നില്ലേ, കഴിക്കാനുള്ള പാത്രം. നമ്മുടെ പ്ലേറ്റ് പോലല്ല. പ്രവീൺ മാഷ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചത് ദിമാപൂർ മാർക്കറ്റും അതുപോലെ തന്നെ ദിമാപൂർ റെയിൽവേ സ്റ്റേഷനും പരിസരവുമാണ്. അധികം സമയം നമുക്ക് ദിമാപൂരിൽ ചെലവഴിക്കാൻ കിട്ടിയില്ല. അപ്പം നമ്മുടെ യാത്ര നാഗാ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ നിന്നൊരു 2 വാഹനങ്ങളിലായിട്ടാണ് നമ്മൾ കൊഹിമയിലേക്കാണ് ആദ്യം പോകുന്നത്. ദിമാപൂരിൽ നിന്ന് രാവിലെ 8 മണിക്കാണ് കൊഹിമയിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ദിമാപൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ റോഡുകൾ വളരെ കഷ്ടമാണ്, ശോചനീയമാണ്. ആ വിഷ്വൽ നിങ്ങൾ കണ്ടല്ലോ. ടൗൺ വിട്ട് കഴിഞ്ഞപ്പോൾ റോഡുകൾ ഒരുവിധം നല്ല അവസ്ഥയായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊഹിമയിലേക്ക് ഏകദേശം ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ട്. റോഡ് പല സ്ഥലത്തും വളരെ ശോകാവസ്ഥയിലാണ്. പല സ്ഥലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് പൊടിമയമാണ് കേട്ടോ. നാഗാ ഫെസ്റ്റ് കാണാനാണ് ഞങ്ങൾ പോകുന്നത്. ഈ നാഗാ ഫെസ്റ്റ് നടക്കുന്നത് കിസാമ വില്ലേജിലാണ്. കൊഹിമയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് ഈ കിസാമ വില്ലേജിലേക്ക്. ദിമാപൂരിൽ നിന്ന് കൊഹിമയിലേക്ക് ടാക്സി സർവീസ് ഉണ്ട്. 4000 രൂപയാണ് ചാർജായിട്ട് അവർ വാങ്ങുന്നത്. 74 കിലോമീറ്റർ ദൂരമാണ് കൊഹിമയിലേക്കുള്ളത്. നാഗാലാൻഡിന്റെ തലസ്ഥാന നഗരമാണ് കൊഹിമ. ദിമാപൂർ നാഗാലാൻഡിന്റെ വലിയൊരു നഗരവുമാണ് കേട്ടോ. ഏറ്റവും വലിയ നഗരം എനിക്ക് തോന്നുന്നത് ദിമാപൂരാണ്. ദിമാപൂരിൽ നിന്ന് കൊഹിമയിലേക്ക് ബസ് അവൈലബിൾ ആണ്.
120 രൂപയാണ് ചാർജ്. സുമോയിൽ ഷെയർ ചാർജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ 250 രൂപ നൽകിയാലും കൊഹിമയിലെത്താം. ഇവിടെ ഈ ദിമാപൂർ സിറ്റിയിൽ ഓല, ഊബർ ബുക്കിംഗ് ആ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ബൊക്കാജൻ, ഡിംഫു, അതുപോലെ തന്നെ കൊഹിമ, അതുപോലെ വോഖ, ലംഡിങ്, ഖൊലാഘട്ട് തുടങ്ങിയിട്ടുള്ള നഗരങ്ങളും ദിമാപൂരിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഏകദേശം ഒരു 2.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കൊഹിമയിലെത്തി. കൊഹിമ സിറ്റി വളരെ ദൂരെ നിന്ന് തന്നെ കാണാനുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു ചായ കഴിക്കാൻ വേണ്ടിയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ചായ കുടിച്ചതിന് ശേഷം നമുക്ക് താമസ സ്ഥലത്തേക്ക് പോകാം എന്നാണ് കാർ ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. അതൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ആയിരുന്നു. വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. നാഗാലാൻഡിലെ ബസ്സുകൾ കണ്ടോ നിങ്ങൾ? സർക്കാർ ബസ്സുകളാണിത്. കൊഹിമയിലേക്കുള്ള കവാടമാണ്, വെൽക്കം ബോർഡാണ് കേട്ടോ. നമ്മുടെ നാഗാലാൻഡിലെ എല്ലാ ബോർഡുകൾക്കും ഒരേ രീതിയിലാണ് കേട്ടോ, ഒരേ മോഡലാണ്. എവിടെ നോക്കിയാലും ഈ ബോർഡിനാണ് വലിയൊരു പ്രത്യേകതയുള്ളത്. ഇത് കൊഹിമയിലെ വാർ മെമ്മോറിയൽ ആണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാർ മെമ്മോറിയലാണ്. ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണ് കൊഹിമ സെമിട്രി. ഇവിടെയാണ് പഴയ പടയാളികളെ, നമ്മുടെ 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് പട്ടാളവും അതുപോലെ തന്നെ ജപ്പാൻ്റെ പട്ടാളവും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി മരണപ്പെട്ട സോൾജിയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചിട്ട് മരണപ്പെട്ട ഒരു വളരെ ചരിത്രപരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ വിദ്യാർത്ഥികളൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ഥലം കാണാൻ. നല്ല കളറിങ് ഉണ്ട് ആകാശത്തിന്. അതാണ് ഈ ഒരു സീസണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കൊഹിമയിൽ വന്നാൽ വിട്ടുപോകാതെ കാണേണ്ട ഒരു സ്ഥലമാണ് ഈ വാർ സെമിട്രി എന്ന് പറയുന്നത്. ആ വാർ സെമിട്രിയുടെ മുന്നിലാണ് ഞങ്ങൾ റൂം എടുത്തത്. നാഗാ ഫെസ്റ്റ് കാരണം കത്തി റൈറ്റാണ് താമസ സ്ഥലങ്ങൾക്കെല്ലാം. വൃത്തിയും വെടുപ്പുമുള്ള കൊഹിമയുടെ ആ നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾക്ക് റൂമും കിട്ടിയത്. റൂമിലെ കർട്ടൻ ഒന്ന് മാറ്റിയാൽ പ്രകൃതി ഒരുക്കുന്ന ആ ഒരു മായാ കാഴ്ച നമ്മുടെ മുന്നിലെത്തും. മലമടക്കുകളിൽ ഈ അട്ടിയിട്ട പോലെ വീടുകൾ എന്നൊക്കെ നമ്മൾ സാധാരണ അങ്ങനെ വർത്തമാനം മുമ്പ് പറയില്ലേ, നമ്മൾ തട്ടുകളായിട്ട് വീടുകൾ ഇങ്ങനെ കിടക്കുന്നത്. ആ മലമുകളിലെ മനുഷ്യ ജീവിതം ഇവിടെ ഈ ബാൽക്കണിയിൽ ഇരുന്നാൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ചൂട് ചായയും അതുപോലെ ആ ഒരു ശീതക്കാറ്റും അതുപോലെ രാത്രിയിലെ ആകാശ നക്ഷത്രങ്ങളുടെ ഒരു കാഴ്ചയും ഒക്കെ ആ മുറിയിൽ ഒരു ദിവസം കഴിഞ്ഞപ്പോഴുള്ള ഒരു അനുഭവമാണ്. മുറിയിൽ നിന്ന് അല്പം നടന്നാൽ നമുക്ക് ഈ ചരിത്രം ഉറങ്ങി കിടക്കുന്ന ഈ സൈനികരുടെ ശ്മശാനത്തിന്റെ മുന്നിലേക്ക് എത്താൻ പറ്റും. അവിടെ അധികം ആളും ആരവവും ഒന്നുമില്ല കേട്ടോ. ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രകൃതിയുടെ ധ്യാനമായിട്ടുള്ള ഒരു ഉണ്മ എന്നൊക്കെ സാഹിത്യ ഭാഷയിൽ പറയാം. അവിടെ ധീരന്മാരായിട്ടുള്ള ധാരാളം സൈനികന്മാർ, അവരുടെ ആത്മാക്കൾ നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. തട്ടായ ഒരു ഇടത്താണ് മനോഹരമായിട്ടുള്ള ഒരു സെമിട്രി. അവിടെ പടികളൊക്കെ കടന്ന് ഞാൻ മുകളിലേക്ക് കയറി. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണു തള്ളിപ്പോയി. 1ഉം 2ഉമല്ല, 100 കണക്കിന് മനുഷ്യന്മാരുണ്ട്. ധീരയോദ്ധാക്കളാണ്. ഒരു ടെന്നീസ് കോർട്ടിൽ അപ്പുറവും ഇപ്പുറവും നിന്ന് കളിക്കുന്നത് പോലെ ഇംഗ്ലീഷ് പട്ടാളവും ജപ്പാൻ സേനയും നേർക്കുനേർ നിന്ന് നിറയൊഴിച്ചത് ഇവിടെ ഈ മണ്ണിലാണ്. ഓരോ യോദ്ധാവിനെ കുറിച്ചും വളരെ വിശദമായി പരിചയപ്പെടുത്തുന്ന ശിലാഫലകങ്ങൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും സാക്ഷ്യമായിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വലിയൊരു കുരിശുരൂപം. അതാണ് നമുക്ക് യാത്രികർക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാഴ്ചകൾ. ഈ നാഗാലാൻഡിലെ തലസ്ഥാനമായിട്ടുള്ള കൊഹിമയിൽ വെച്ചിട്ട് 2ാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇംഗ്ലീഷ് സൈനികർക്ക് സമർപ്പിച്ചിരിക്കുന്ന സ്മാരകമാണ് കൊഹിമ യുദ്ധ സെമിത്തേരി. 1420 ഇംഗ്ലീഷ് സൈനികരെ ഈ സെമിത്തേരിയിൽ അടക്കം ചെയ്തിട്ടുണ്ട്. കൂടാതെ 917 ഹിന്ദു, സിഖ് സൈനികരുടെ സ്മാരകം കൂടി ഇവിടെയുണ്ട്. ഇവിടെ മലയാളികളായ സൈനികരുടെ സ്മാരകങ്ങളും ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അന്നത്തെ 14ാം ആർമി കമാൻഡർ ആയിരുന്ന ഫീൽഡ് മാർഷൽ സർ വില്യം സ്ലീം ആണ് ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്തത്. നാഗാലാൻഡിന്റെ തലസ്ഥാന നഗരമായിട്ടുള്ള കൊഹിമ, ആ കൊഹിമയുടെ ഹൃദയഭാഗത്താണ് ഈ സെമിട്രി ഉള്ളത്. കൊഹിമ യുദ്ധ സെമിത്തേരി എന്ന് പറയാം. 1944
രണ്ടാം ലോക മഹായുദ്ധത്തില് ജപ്പാൻ 15ാം ആർമി ബർമയ്ക്കെതിരായ ആക്രമണം തടയുക എന്ന ഉദ്ദേശത്തോടെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കൊഹിമയിലും അതുപോലെ ഇംഫാലിലും നിലയുറപ്പിച്ചിരുന്ന ബ്രിട്ടീഷ് സൈനികരെ ആക്രമിച്ചു. അവിടെ നിന്നാണ് യുദ്ധത്തിന് തുടക്കം. ഏപ്രിൽ ആദ്യ വാരത്താണ് കേട്ടോ ബ്രിട്ടീഷ് താവളങ്ങൾ നശിപ്പിക്കാൻ ജപ്പാനീസ് സേന മിസോറാം വഴി കൊഹിമയിലും ഇംഫാലിലും ആക്രമണം നടത്തി. അവർ കൊഹിമയിലും ഇംഫാലിലും നിലയുറപ്പിച്ചിരുന്ന ഇംഗ്ലീഷ് സൈന്യവുമായിട്ട് ഘോരമായിട്ടുള്ള യുദ്ധമുണ്ടായി. ഏപ്രിലിൽ കൊഹിമയിലെത്തിയ ജപ്പാനീസ് 15ാം ആർമി ഗാരിസൺ ഹില്ലിലെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലം അത് കൈവശപ്പെടുത്തുകയും ഇംഗ്ലീഷ് സേനയുടെ ഒരു ചെറിയ സംഘത്തെ തുടർച്ചയായി ആക്രമിക്കുകയും ചെയ്തു. അന്ന് ആ മലമുകളിൽ വെച്ച് കൊല്ലപ്പെട്ട ഇംഗ്ലീഷ് സൈനികരുടെ ശവകുടീരങ്ങളാണ് ഇവിടെയുള്ളത്. ഇംഗ്ലീഷ് സൈനികർ എന്ന് പറഞ്ഞ ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാരാണ്, ഇന്ത്യൻ പൗരന്മാരാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നാഗാലാൻഡിന്റെ ചരിത്രത്തിലെ ചെറുത്തുനിൽപ്പുകള്, അതുപോലെ തന്നെ പോരാട്ടങ്ങള്, അതൊക്കെ നമുക്ക് ഈ നാഗാലാൻഡിൽ എവിടെ പോയാലും കാണാൻ കഴിയും. വയനാടൻ മലനിരകളിൽ ഗറില്ല യുദ്ധം നടത്തിയ വീര പഴശ്ശിയെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഗാരിസൺ ഹില്ലിലും അതുപോലെ കൊനാമയിലും കിസാമയിലും ഖാസിക്കുന്നുകളിലും യാത്ര ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ ഒരു പ്രത്യേകതരം ആവേശം, ഒരു വൈബ് നമുക്കുണ്ടാവുന്നുണ്ട്. കൊഹീമ വാർ സെമട്രി കണ്ടതിന് ശേഷം ഞാൻ നേരെ ചെന്നത് കൊഹീമ രൂപതയിലെ ബിഷപ്പിന്റെ ദേവാലയം കാണാൻ വേണ്ടിയാണ്. കത്തീഡ്രൽ ഓഫ് കൊഹീമ, മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻ ചർച്ച് എന്നാണത് അറിയപ്പെടുന്നത്. നാഗാലാൻഡിലെ ധാരാളം വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത്തരം നാഗാ ഗൃഹങ്ങളുടെ മുഖച്ഛായയാണ് പരമ്പരാഗത നാഗാഭവനങ്ങളുടെ നിരവധി ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ പള്ളി. വാസ്തുവിദ്യക്ക് പള്ളി വളരെ ശ്രദ്ധേയമാണ്. കത്തീഡ്രലിന്റെ വാസ്തുവിദ്യ അത് സ്ഥിതി ചെയ്യുന്ന ആ കുന്നുമായിട്ട് വളരെ പൊരുത്തപ്പെടുന്നുണ്ട്. 16 അടി ഉയരമുള്ള കൊത്തുപണികളോട് കൂടിയ ഒരു മരക്കുരിശുണ്ട്. അത് ഏറ്റവും വലിയ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുരിശുകൾ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കൊഹീമയിലെ ആദ്യ ബിഷപ്പ് എബ്രഹാം ആലങ്കിമറ്റത്തിൽ ആണ് കത്തീഡ്രലിന്റെ ആശയം രൂപീകരിച്ചത്. ആ കത്തീഡ്രൽ സമുച്ചയത്തിൽ ബിഷപ്പ് ആലങ്കിമറ്റത്തിലിന്റെ ഒരു ഖബറിടവും ഉണ്ട്. 1986 നിർമ്മാണം ആരംഭിക്കുകയും 1991 ജനുവരിയിൽ പള്ളി കൂദാശ ചെയ്യുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കൊഹീമ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജപ്പാനീസ് സൈനികരുടെ സ്മാരകം നിർമ്മിക്കാൻ ആഗ്രഹിച്ച ജപ്പാൻകാരാണ് 3 കോടി രൂപ നൽകി പള്ളി നിർമ്മിക്കാൻ സഹായിച്ചത്. ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൊഹീമ നഗരം നന്നായിട്ട് ഇവിടെ കാണാൻ കഴിയും. നഗരത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണിത്. പള്ളിക്കുൾവശം കാണേണ്ടത് തന്നെയാണ്. ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി പോലെ മനോഹരമായി അത് ക്രമീകരിച്ചിട്ടുണ്ട്. പുറത്ത്
ഒരു പുഷ്പ പ്രദർശനം കാണാൻ സാധിച്ചു. പലതരം നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞ് പ്രദർശനം മനോഹരമായിരുന്നു. കൊഹിമയിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് നാഗ ഫെസ്റ്റ് കാണാൻ കിസാമ വില്ലേജിലേക്ക് യാത്ര പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.